ഉറക്കം വരുമ്പം ചില ആൾ മുഖം കഴുകിക്കൊണ്ടിരിക്കും, ചില ആൾ ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ അപ്പം തന്നെ ഉറങ്ങുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുക, ഒരു 2 മിനിറ്റെങ്കിലും ഉറങ്ങുക. പക്ഷെ നമ്മൾ മുഖമൊക്കെ കഴുകി കുറേ ശ്രമിക്കും ആദ്യം. അതുപോലെ ഇപ്പോഴുള്ളൊരു കാര്യം, നമുക്ക് ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ കാപ്പി കുടിക്കും ഇടയിൽ, അന്നേരം ഉറക്കം പോകും. അത് പ്രാക്ടിക്കലായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാപ്പി കുടിക്കുമ്പോൾ ഉറക്കം ലേശം പോയി കിട്ടും. ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം എന്താ? നമ്മൾ ഉറക്കം എങ്ങനെയാണ് ശരീരം സാധ്യമാക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കാറിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ തലച്ചോറ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിൻ്റെ എൻജിനകത്ത് എക്സോസ്റ്റ് ഗ്യാസുകൾ നിറയുന്നത് പോലെ നമ്മുടെ മസ്തിഷ്കത്തിൽ അഡിനോസിൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ പതുക്കെ പതുക്കെ അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ അഡിനോസിൻ ചെന്ന് ബൈൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, അഡിനോസിൻ റിസപ്റ്റർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അഡിനോസിൻ ചെന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അഡിനോസിൻ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സിന് തുടക്കമാകും. അപ്പോൾ ഈ അഡിനോസിൻ്റെ അളവ് ശരീരം ഇങ്ങനെ മസ്തിഷ്കം ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അളവിനപ്പുറത്തേക്ക് അഡിനോസിൻ ഇങ്ങനെ അത് ചെന്ന് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്തിഷ്കം പതുക്കെ ശരീരത്തിന് നിർദ്ദേശങ്ങൾ നൽകി തുടങ്ങും. തളരുകയാണ്, നമ്മുടെ ഈ വ്യക്തി തളരുകയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ശ്വാസം എടുക്കുന്ന രീതിയിൽ വ്യത്യാസം വരും, നമ്മുടെ ഫോക്കസിൽ വ്യത്യാസം വരും. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നോർഎപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ സ്റ്റിമുലേറ്റർ ഉണ്ടാക്കി തരുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയും, അഡിനോസിൻ്റെ അളവ് കൂടും. അപ്പോൾ ഒരു പരിധി കഴിയാൻ നേരത്ത് നമുക്ക് ഉറക്കം വരും. ഉറക്കം വരുമെന്ന് പറഞ്ഞാൽ ശരീരം ഉറക്കത്തിലേക്ക് വഴിമാറും. അത് തലച്ചോറ് ബോധപൂർവ്വം എടുക്കുന്ന ഒരു തീരുമാനമാണ്. കാരണം ഇത്രയും അഡിനോസിനായി, മതി, ഇന്നത്തെ പ്രവർത്തനങ്ങൾ നിർത്താനുള്ള സമയം, കടയടയ്ക്കാനുള്ള സമയമായി എന്ന് വിചാരിച്ച് തന്നെ ചെയ്യുന്ന കാര്യമാണ്. നമ്മളിതിനെ പറ്റിക്കുകയാണ് ശരിക്കും ഈ കാപ്പി കുടിക്കുകയോ ചായ കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കൂടുതലും എനർജി ഡ്രിങ്ക്സ് കൂടിയാണ്, കഫീൻ റിച്ച് ആയിട്ടുള്ള എനർജി ഡ്രിങ്ക്സ് കൂടി ആളുകൾ കുടിക്കുന്നു. അപ്പോൾ ഞാൻ കാപ്പി തൊട്ട് തുടങ്ങാം. കാപ്പി കുടിക്കാൻ നേരത്ത് പറ്റുന്നത് വെച്ചാൽ ഈ കാപ്പിക്കകത്ത് കഫീൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂളുണ്ട്. ഈ തന്മാത്രയ്ക്ക് അഡിനോസിൻ തന്മാത്രയുടെ അതേ സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ്, ഘടന ഏകദേശം ഒരുപോലെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡിനോസിൻ പോയി ഇരിക്കേണ്ട സ്ഥലത്ത് കഫീൻ പോയി ഇരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഫ്ലാറ്റിൽ നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഡെസിഗ്നേറ്റഡ് ഏരിയയിലാണ് നമ്മൾ കാറ് കൊണ്ട് പാർക്ക് ചെയ്യുന്നത്. ഇനി ആ പാർക്ക് ചെയ്യാൻ നേരത്തെ ഒരു സെൻസർ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ സെൻസർ ആക്ടിവേറ്റഡ് ആകും. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഡോറ് തുറക്കും എന്ന് വിചാരിക്കുക. ഏകദേശം ഇതുപോലത്തെ ഒരു പ്രവർത്തനമാണ് തലച്ചോറിൽ നടക്കുന്നത്. അഡിനോസിൻ വരുന്നു, ഈ അഡിനോസിൻ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പോയി പാർക്ക് ചെയ്യപ്പെടുമ്പോൾ ഉറക്കം ട്രിഗർ ചെയ്യുന്നു. ഈ കഫീൻ ചെയ്യുന്ന ദ്രോഹം എന്ന് വിളിക്കാമോ എന്നറിയില്ല. കഫീൻ ചെയ്യുന്ന ദ്രോഹം എന്ന് വെച്ചാൽ അഡിനോസിൻ പോയി ഇരിക്കേണ്ട ഈ പാർക്കിംഗ് ലോട്ടിലാണ്, അല്ലെങ്കിൽ ഈ പാർക്കിംഗ് സ്പേസിലാണ് കഫീൻ പോയി ഇരിക്കുക. പക്ഷെ അതിൻ്റെ ഒപ്പം കഫീൻ എന്ത് ചെയ്യൂല, ഈ സെൻസറിനെ ഓണാക്കൂല. കഫീൻ വെറുതെ അവിടെ പോയി ഇരിക്കുകയേ ഉള്ളൂ, സെൻസറിനെ ഓണാക്കൂല. അപ്പോൾ ഫലത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനോസിൻ വന്നിരുന്ന് കഴിഞ്ഞ് ട്രിഗർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കഫീൻ വന്നിരുന്നാൽ ട്രിഗർ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ സെൻസർ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് വിചാരിക്കുക. മസ്തിഷ്കം പോലെ നമ്മുടെ ഫ്ലാറ്റിനകത്ത് സെക്യൂരിറ്റി ഓഫീസിനകത്താണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കാറ് വന്ന് പാർക്ക് ചെയ്ത് സെൻസർ ആ കളറിന് റെഡ് ആക്കുമ്പോഴാണ്, ആ ലൈറ്റ് റെഡ് ആകുമ്പോഴാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇത് സാധ്യമല്ലാതാകും. കാരണം ഈ ആൾ നോക്കുമ്പോൾ അതിപ്പോഴും പച്ച കത്തി കിടക്കുകയാണ്, എന്ന് വെച്ചാൽ കാറ് വന്നിട്ടില്ല. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അഡിനോസിൻ വന്ന് ഒരളവ് കഴിഞ്ഞാൽ ഉറങ്ങണമെന്ന് ശരീരത്തിന് അറിയാം. ഈ അഡിനോസിൻ വന്നിട്ടില്ല, ഇത് ഓപ്പൺ ആണ് എന്നാണ് മസ്തിഷ്കം വിചാരിക്കുന്നത്. കാരണം കഫീൻ എന്ത് ചെയ്തില്ല, സെൻസർ മെക്കാനിസം ഓൺ ചെയ്യുന്നില്ല. കഫീൻ വന്ന് ബൈൻഡ് ചെയ്തു, അഡിനോസിൻ ഇനി വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. അഡിനോസിൻ വരുമ്പോൾ അവിടെ ഓൾറെഡി നമ്മുടെ കാർ കൊണ്ടുവരുമ്പോൾ അവിടെ വേറെ ആരോ വർക്ക് ചെയ്തിട്ടുണ്ട്, സെൻസർ ഓൺ ആയിട്ടില്ല. പറ്റിക്കുകയാണ്, ശരിക്കും അതിനെ പറ്റിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കപ്പെടുമ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഉറങ്ങാനുള്ള ക്യൂസ് ഒന്നും എടുക്കില്ല, തലച്ചോറ് ശരീരത്തിനോട് ഉറങ്ങാൻ പറയൂല. അപ്പം നമ്മൾ പകരം എന്താ ചെയ്യുന്നത്, ഈ അവസ്ഥയിൽ നമ്മൾ ഉറങ്ങാനുള്ള സമയമായില്ല എന്ന് തലച്ചോറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിരുദ്ധമായ 2 ഇൻഫർമേഷനാണ് തലച്ചോറിന് കിട്ടുന്നത്. ഒന്ന്, ശരീരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര ക്ഷീണമാണ്, വയ്യ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തലച്ചോറ് ഉറപ്പിക്കുന്നത് ഈ അഡിനോസിൻ വന്ന് അടിയുമ്പോഴാണ്. അഡിനോസിൻ വന്ന് അടിഞ്ഞിട്ടുമില്ല, അതെല്ലാം ഓപ്പൺ സ്പേസ് ആയിട്ടാണ് തലച്ചോറ് വിചാരിക്കുന്നത്. തലച്ചോറ് ഉറങ്ങണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഫലത്തിൽ നമ്മൾ ഉറങ്ങില്ല. അപ്പം നമ്മൾ ഉറക്കത്തിനെ ശരിക്കും നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കത്തിന് നമ്മളിങ്ങനെ നീക്കിക്കൊണ്ടു പോവുകയാണ്. ഇതാണ് കാപ്പി കുടിക്കുമ്പോൾ നടക്കുന്നത്.
ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസം ചായ കുടിക്കുമ്പോൾ ഉണ്ട്, അത് ചോദിച്ചുകൊണ്ട് പറയാം. ചായക്കകത്ത് കഫീൻ കൂടാതെ L-തൈൻ എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂൾ കൂടി ഉണ്ട്. ഇത് നമ്മളെ കുറച്ചുകൂടി കാമാക്കും. നമുക്ക് കുറച്ചുകൂടി ഒരു 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 ഈ കാം എന്ന് പറയുന്നതിൻ്റെ മലയാളം സമാധാനം എന്നല്ല ശരിക്ക്, കുറച്ചുകൂടി ഒരു ഓക്കെ റിലാക്സ്ഡ് അവസ്ഥ കൊണ്ടുവരും. ഈ കാപ്പി നമുക്ക് ആ റിലാക്സേഷൻ തരില്ല. കാപ്പി നമുക്കൊരു സ്പൈക്കാണ് തരിക, പെട്ടെന്ന് ഒരു ഉണർച്ചയാണ് തരിക. അങ്ങനെയല്ല ഈ ചായ ചെയ്യുന്നത്. ചായയിലും കഫീനുണ്ട്, അപ്പൊ ചായയും ഇത് ചെയ്യും, പക്ഷെ അതിന്റെ കൂടെ ഒരു ചെറിയ കാംനെസ് കൂടി തരും. അപ്പോൾ ചായ കുടിക്കാതെ ശീലങ്ങളുടെ കൂടി വിഷയമുണ്ട്. ഇനി ഇതിൽ നല്ല വ്യത്യാസമാണ് ഇപ്പോഴത്തെ എനർജി ഡ്രിങ്കുകൾ ചെയ്യുന്നത്. അവർ നമുക്ക് കുറച്ചുകൂടി എനർജി കൂടി തരും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാപ്പിയും ചായയും ഒന്നും നമുക്ക് എനർജി തരില്ല, അത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല. കലോറി ഓൾമോസ്റ്റ് 0 കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, കാപ്പിയിൽ നിന്നൊന്നും കിട്ടാനില്ല. കാപ്പിയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പഞ്ചസാരയും പാലും ഒക്കെയാണ് എന്തെങ്കിലും കലോറി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിച്ചാൽ ഒന്നുമില്ല. അപ്പം അങ്ങനെ നേരത്തെ ഈ എനർജി ഡ്രിങ്കിലെല്ലാം വലിയ അളവിൽ ഷുഗർ കൂടിയുണ്ട്, വലിയ അളവിൽ ഷുഗറുണ്ട്. ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എനർജി മോളിക്യൂളാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുന്നു, ഉറക്കത്തിനെ നീക്കി വെക്കുന്നു കഫീൻ കാരണം. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എനർജി കൂടി കൊടുക്കുന്നു. അപ്പോൾ ഈ എനർജി കൂടി കൊടുക്കാൻ നേരത്ത് ശരീരം കുറച്ചുകൂടി ഊർജ്ജസ്വലത കാണിക്കും. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്, ഈ കഫീൻ കുറച്ച് കഴിയുമ്പം വെയർ ഔട്ട് ആകും. എന്ന് വെച്ചാൽ ഇത് എല്ലാ കാലവും ഇങ്ങനെ ബന്ധിച്ച് നിൽക്കില്ല. ആ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും ഇത് പോകും. പോയി കഴിയുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന അഡിനോസിൻ എല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങ് കയറും. അപ്പോഴാണ് നമുക്ക് ഈ ക്രാഷ് ഉണ്ടാകുന്നത്. നമ്മൾ പിറ്റേ ദിവസമൊക്കെ നമ്മളിങ്ങനെ അങ്ങ് വീണു പോവുക എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കണക്ഷൻ ഫുള്ളായിട്ട് അങ്ങ് പോകും. അപ്പം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എനർജി ഡ്രിങ്ക് ആണെങ്കിൽ എനർജി ഡ്രിങ്ക് പൊതുവെ ഈ എനർജി കൂടി തരുന്നതുകൊണ്ട് ആ ക്രാഷിന്റെ ഹെവിനെസ് കൂടുതലായിരിക്കും. ഈ കഫീനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടിയ ക്രാഷ്, കാരണം നമ്മൾ ആ അത്രയും എനർജി കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്യും. ഇള്ളയിൽ മെച്ചം ചായയാണല്ലേ? ഇള്ളയിൽ മെച്ചം ചായയാണ്. പക്ഷെ അതിന് ഈ ഉണർവുണ്ടാക്കാനുള്ള പരിധി കുറവാണ്. കാപ്പി ഉണ്ടാക്കുന്ന അത്രയും ആ ഒരു ഉണർവുണ്ടാവില്ല, സ്റ്റിമുലേഷൻ ഉണ്ടാവില്ല. പിന്നെ കാപ്പി നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, രാത്രി ഇരുന്ന് പണിയെടുക്കാൻ. അത് ചായ തരുന്ന ഇച്ചിരി കുറവാണെന്നാണ് വ്യക്തിപരമായ. ഞാൻ പിന്നെ ഒരു കാപ്പി ലവറാണ്, ഞാൻ കോഫി ലവർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കോഫിയാണ് പ്രിഫർ ചെയ്യുക.